ദേശീയപാത പനയമ്പാടത്ത് നടപ്പാത ഒരുക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. പനയമ്പാടം അങ്ങാടിക്കാട് പ്രദേശ നിവാസികളാണ് പ്രതിഷേധവുമായി എത്തിയത്. പനയമ്പാടം മണ്ണാർക്കാട് റോഡിലെ വലതുവശത്ത് ആളുകൾക്ക് നടക്കാനാവശ്യമായ നടപ്പാതയില്ല. ഈ വശത്ത് അഴുക്കുചാൽ സൗകര്യവും ഒരുക്കിയിട്ടില്ല. ആയതിനാൽ മഴ ഉണ്ടായാൽ മഴവെള്ളം റോഡിലൂടെ ഒഴുകും. കൂടാതെ റോഡിൽ സ്ഥിര ഡിവൈഡർ ഉള്ളതിനാൽ നേരെ എതിർവശത്തുള്ള ഹൈസ്കൂൾ റോഡിലേക്ക് എത്താൻ ചുറ്റി സഞ്ചരിക്കുകയും വേണം. ഇത് വിഷമകരമാണെന്നും അഴുക്കുചാൽ നിർമ്മിച്ച് അതിനു മുകളിലൂടെ നടപ്പാത ഒരുക്കി കൈവരി സ്ഥാപിക്കണം. കൂടാതെ മറുവശത്തേക്ക് കടക്കുവാൻ ഡിവൈഡറിനിടയിൽ വഴിയൊരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ നാട്ടിലെ ജനങ്ങൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് റോഡ് സേഫ് ആയിട്ട് ക്രോസ് ചെയ്യാനുള്ള ഒരു സൗകര്യം മാത്രമാണ്. അത് ബന്ധപ്പെട്ട ആളുകൾ അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു നടപടി സ്വീകരിക്കേണ്ടതാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണമല്ലോ. ഈ സൈഡ് മാത്രം വീതി ഉണ്ടാക്കി ഞങ്ങൾക്ക് കാര്യമില്ല. ആ സൈഡിൽ കൂടെ നടക്കാൻ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമില്ലാതെ നോക്കണ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഞങ്ങൾ ചെറിയ കുട്ടികളെ കൂടെ സ്കൂളിലേക്കും മദ്രസയ്ക്കും നടക്കുന്ന വഴിയാണ്. അപ്പോൾ കുട്ടികൾക്കും ഞങ്ങൾക്കും വളരെ സേഫ് ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. ദേശീയ ഗതാഗത വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിലുമായി നാട്ടുകാർ നടത്തിയ ചർച്ചയിൽ ജില്ലാ കളക്ടറുമായി അറിയിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ഡിസംബറിലുണ്ടായ 4 കുട്ടികളുടെ ദാരുണമായ മരണത്തിനിടയാക്കിയ സംഭവം നമ്മളെല്ലാവരും ഞെട്ടിച്ചതാണ്, ദുഃഖത്തിലാഴ്ത്തിയതാണ്. അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് 1,35,00,000 രൂപ വെച്ച് കരിമ്പ പനയമ്പാടത്ത് ഫുട്പാത്ത് ഉൾപ്പെടെ ഡിവൈഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നത്. പക്ഷേ അതിലെ നിർമ്മാണം പ്രവൃത്തികൾ ഇപ്പോഴും ഒരു ശാശ്വതമായ പരിഹാരമായി കണക്കാക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. ഒരു സൈഡിൽ വീതി കൂട്ടുകയും മറു സൈഡിൽ ഫുട്പാത്തോ അതുപോലെ തന്നെ ഡ്രെയിനേജ് സൗകര്യങ്ങളൊന്നുമില്ലാതെയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇത് വീണ്ടും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു രൂപത്തിലാണിത് ഇതിൻ്റെ വർക്ക് മുന്നോട്ട് പോകുന്നത്. അത് ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കോൺട്രാക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. വിദ്യാർത്ഥികളുടെ വീണ്ടും ഒട്ടനവധിയായ വിദ്യാർത്ഥികളെ, ചെറിയ കുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്ന ഒരു റോഡാണ്. നിരവധിയായ അപകടങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടതാണ്. അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണം. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് വേണം ഈ റോഡിൻ്റെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് മാത്രമാണ് കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം PTA എന്നുള്ള രൂപത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടുത്തെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി 1,35,00,000 രൂപ ഉപയോഗിച്ച് നടക്കുന്ന നിർമ്മാണ പ്രവൃത്തിയിലെ അപാകതകൾ നാളുകളായി നമ്മൾ ഈ പ്രദേശത്തുകാർ ചൂണ്ടിക്കാട്ടുകയാണ്. ഇത് ഈ പ്രദേശത്തെ രണ്ടാക്കി വിഭജിച്ചുകൊണ്ട് ഈ ഡിവൈഡർ നിർമ്മിച്ച് പോവുക എന്നതല്ലാതെ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിന് ശാശ്വതമായ പരിഹാരമില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ കൊട്ടിയടച്ചു പോകുമ്പോൾ ഈ 2 കരയിലും 2ആയി മാറുന്നൊരവസ്ഥയാണുള്ളത്. ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് 5-6 വയസ്സായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകൾ അതുപോലെ തന്നെ മദ്രസ, നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് പോലെയുള്ള ഓഫീസുകളിലേക്ക് പോകാനുള്ള യാത്രക്കാർക്ക് പോലും ഇതിലെ ക്രോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാട്ടുകാർ ഈ പ്രദേശത്ത് ബന്ധപ്പെട്ട അധികാരികളോട് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതിൻ്റെ പ്രതിഷേധമാണ് ഇവിടെ കാണുന്നത്. നിരവധി പരാതികൾ നിറഞ്ഞ പനയമ്പാടം ഭാഗത്ത് ദേശീയപാത വകുപ്പ് അനുവദിച്ച 1,35,00,000 രൂപയുടെ നവീകരണ പ്രവർത്തനമാണ് നടക്കുന്നത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ, ആരാധനാലയങ്ങൾ, പഞ്ചായത്ത് ഓഫീസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പനയമ്പാടം. മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ബസ്സിറങ്ങി വരുന്നവർക്ക് റോഡിലെ ഡിവൈഡർ ചുറ്റി സഞ്ചരിച്ചു വേണം റോഡിന്റെ മറുവശത്തെത്താൻ. മഴക്കാലമായാൽ വെള്ളത്തിന്റെ വരവിൽ അപകട സാധ്യത കൂടുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ ഒപ്പുശേഖരണം നടത്തി വിവിധ വകുപ്പുകൾക്ക് പരാതികൾ നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ്.